നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനിന്ന് വന്നത് എൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാനാണ്. മറ്റൊന്നല്ല, ഒരു മരുന്നുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. നമുക്ക് ചില അസുഖങ്ങൾ വരാറുണ്ട്, നമ്മൾ ഡോക്ടറെ കാണാറുണ്ട്, പ്രിസ്ക്രിപ്ഷൻ വാങ്ങാറുണ്ട്, അതനുസരിച്ചുള്ള മരുന്നും വാങ്ങി കഴിക്കാറുണ്ട്, നമ്മുടെ അസുഖം ഭേദമാകാറുണ്ട്. പലപ്പോഴും മരുന്നുകൾ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളോ ഒന്നും പരിശോധിക്കാറൊന്നുമില്ല, സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരെന്ന നിലയ്ക്ക്. ഞാൻ കൗതുകത്തോടെ മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടുമ്പോൾ എന്താണ് കണ്ടൻറ്റ് എന്നൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ കുറച്ച് പേര് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ നോക്കുന്നവർ. അങ്ങനെ പൂർണ്ണമായി ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് ഗഹനമായ അറിവില്ലെങ്കിലും എന്താണ് ഇതിൽ ചേർന്നിട്ടുള്ളതും ചേർത്തിട്ടുള്ളതെന്നും അറിയാനുള്ള കെമിക്കലുകൾ ഏതാണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ നമ്മൾ നോക്കാറുണ്ട്. എനിക്ക് ഈ അടുത്ത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടായി. അപ്പോൾ ഒരാഴ്ചയോളം തുടർന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അപ്പോൾ വെറുതെ ചെറിയൊരു മരുന്ന് തന്നു. അതിനൊപ്പം പറഞ്ഞു ധാരാളം ഫൈബറുള്ള ഭക്ഷണം കഴിക്കണം, അത് കഴിച്ചാൽ തന്നെ ഈ കോൺസ്റ്റിപ്പേഷനും ഇതൊക്കെ പ്രശ്നം തീരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് എനിക്ക് മാറ്റമൊന്നും തോന്നിയില്ല. ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു പൊടി രൂപത്തിലുള്ള മരുന്ന് എഴുതി തന്നു. ഫ്രീഗോ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ആലംബിക് എന്നൊരു കമ്പനിയാണ് ഇത് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു 10 ദിവസത്തോളം ഇതിലൊരു സ്കൂപ്പുണ്ട്. ആ സ്കൂപ്പിൽ മെഷർമെൻറ്റ് സ്കൂപ്പിൽ 10 ദിവസത്തോളം കഴിച്ചു. ചെറിയൊരു മാറ്റം തോന്നി, സുഖം തോന്നി. വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി അത് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അതിന് വില 416 അതിൻ്റെ വില. അപ്പോൾ നമുക്ക് ജനറിക് മെഡിസിൻ കിട്ടുന്ന ഒരു ജന ഔഷധി ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ദവ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അവർ ഇതുപോലെ വളരെ റീസണബിൾ ആയിട്ടുള്ള മരുന്ന് തരുന്നത്, ജനറിക് ജനൌഷധിയുടെ പോലെ തന്നെ ഒപ്പം കിടാൻ നിൽക്കാവുന്ന വിധത്തിലുള്ള മരുന്നുകളാണ് അവർ തരുന്നത്. അപ്പോൾ ദവ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് ഈ മരുന്ന് കാണിച്ചു, ഫ്രീഗോ എന്ന മരുന്ന് അവരുടെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചപ്പോൾ അവർ അതിലുള്ള സെയിം കണ്ടൻറ്റുള്ള കെമിക്കലുകളുള്ള മരുന്ന് തന്നു. അവരുടെ മരുന്നാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതും സെയിം അതിലുള്ള കണ്ടൻറ്റുകളൊക്കെ സെയിം തന്നെ. ഇതിന് 270 രൂപയാണ് ഇതിൻ്റെ വില. അത് 416 രൂപയ്ക്ക് മേടിക്കുന്ന സെയിം മരുന്നാണ് 270 രൂപയ്ക്ക് കിട്ടുന്നത്. ഞാനെന്നിട്ട് അത് ഇതുപോലെ തന്നെ കൗതുകപൂർവ്വം നോക്കി ഇതിൻ്റെ മാനുഫാക്ചറും ഫ്രീഗോ എന്ന കമ്പനി, അലംബിക് എന്ന കമ്പനി ഫ്രീഗോ എന്ന പേരിൽ കൊടുക്കുന്ന മരുന്നിൻ്റെ മാനുഫാക്ചറും ഒരേ ആളുകളാണ്. അതാണ് അതിൻ്റെ രസം, ഏറ്റവും രസം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് 150 ഗ്രാം ഉണ്ട്. ദവ ഇന്ത്യ തരുന്ന മരുന്ന് 150 ഗ്രാം 270 രൂപയ്ക്ക്. ആലംബിക് എന്ന കമ്പനി ഫ്രീഗോ എന്ന പേരിൽ തരുന്നത് 150 ഗ്രാം 416 രൂപയ്ക്ക്. ഇതാണ് നമ്മൾ മനുഷ്യർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. മരുന്ന് കമ്പനികൾ കോടീശ്വരന്മാരാകുന്നതും അത് വളരെ കോർപ്പറേറ്റ് തലങ്ങളിൽ എത്തുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. മരുന്നുകൾ ചീപ്പ് റേറ്റിന് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഗുണം കുറവുണ്ടാവുന്ന. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ജനൌഷധിയിലാണെങ്കിലും മറ്റും വളരെ വില കുറവിന് മരുന്നുകൾ കിട്ടുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഗുണം കുറവുള്ളതാണെന്ന്. എന്നെ സംബന്ധിച്ച് ഗുണം കുറവായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ അനുഭവം വെച്ചിട്ട്. ഇതുപോലെ തന്നെ ഒരേ കമ്പനിയാണ് അതിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവർ മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ രസം. ഈ രണ്ട് ചെപ്പിലുള്ള മെഷർമെൻറ്റ് സ്കൂപ്പും ഒരേപോലെയുള്ളതാണ്, ഒന്നുപോലെയുള്ള മെഷർമെൻറ്റ് സ്കൂപ്പാണ്. അതാണ് കൂടുതൽ കൗതുകം. ഇതപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചതും. പൊടി ചിലപ്പോൾ ഒരേപോലെ ആക്കി എടുക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ നിർമ്മാതാക്കളും ഒരേ ടീമാണ്. എന്തായാലും മരുന്ന് വാങ്ങുമ്പോൾ വെറുതെ കൗതുകത്തിനെങ്കിലും ഇത് ശ്രദ്ധിക്കുക. വില കുറഞ്ഞ മരുന്നുകളാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് നമ്മൾ കരുതരുത് എന്നൊരപേക്ഷയാണ്. അതുകൂടെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും ഗുണപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.